കെഎസ്ആർടിസിയിൽ വീണ്ടും അടിമുടി മാറ്റം വരും. സ്വിഫ്റ്റ് ബസ്സിനുള്ള മുൻതൂക്കം ഇനിയുണ്ടാകില്ല. കെഎസ്ആർടിസിയിലേക്ക് കൂടുതൽ പരിഗണന കൊണ്ടുവരാനാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ തീരുമാനം. സിറ്റി സർക്കുലർ ഇ ബസ്സുകൾക്കു പിന്നാലെ സ്വിഫ്റ്റിന്റെ നടത്തിപ്പിലും കാര്യമായ അഴിച്ചുപണിയുണ്ടാകും. ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ നടപ്പാക്കിയ പരിഷ്കാരമെല്ലാം പിൻവലിക്കാനാണ് സാധ്യത. ഇതിലൂടെ തൊഴിലാളി സംഘടനകളുടെ പിന്തുണയും മന്ത്രി ഉറപ്പാക്കുന്നുണ്ട്. ദീർഘദൂര പാതകളും പുതിയ ബസ്സുകളും അനുവദിക്കുന്നതിൽ സ്വിഫ്റ്റിനുള്ള മുൻഗണന അവസാനിപ്പിക്കും. ജീവനക്കാരുടെ യൂണിഫോമിലും സർവീസ് നടത്തിപ്പിലുമൊക്കെ മാറ്റമുണ്ടാകും. ദീർഘദൂര ബസ്സുകളുടെ ഓൺലൈൻ ബുക്കിംഗ് പഴയപടി കെഎസ്ആർടിസിക്ക് കൈമാറും. സ്വിഫ്റ്റിലെ ജീവനക്കാരെ കെഎസ്ആർടിസി ബസ്സുകളിൽ നിയോഗിക്കുന്നതും പരിഗണനയിലുണ്ട്. സ്വിഫ്റ്റ് പരീക്ഷണത്തെ ഇടതു തൊഴിലാളി സംഘടനകളും എതിർത്തിരുന്നു. ഇത് മനസ്സിലാക്കി കൂടിയാണ് ഗണേഷിന്റെ നീക്കം. 2022 ഫെബ്രുവരിയിലാണ് സ്വിഫ്റ്റ് തുടങ്ങിയത്. കെഎസ്ആർടിസിക്ക് കുറഞ്ഞ ചിലവിൽ ബസ്സും ജീവനക്കാരെയും വാടകയ്ക്ക് നൽകുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണിത്. ഇതിനെ കെഎസ്ആർടിസിയിലേക്ക് ലയിപ്പിക്കാനുള്ള നിർദ്ദേശം മന്ത്രി ഗണേഷ് മുമ്പോട്ട് വയ്ക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ്. നിലവിൽ ഗണേഷിന്റെ പരിഷ്കാരങ്ങളെയെല്ലാം അവഗണിക്കുന്നതാണ് പിണറായിയുടെ രീതി. ഇലക്ട്രിക്കൽ ബസ്സിലും ലൈസൻസ് പരിഷ്കരണത്തിലും അത് കണ്ടു. അതിനാൽ കെഎസ്ആർടിസിയുടെ രീതികളിൽ മാറ്റം കൊണ്ടുവന്ന് സ്വിഫ്റ്റിന്റെ പ്രസക്തി കുറയ്ക്കാനാകും ശ്രമം. ജില്ലാ ഓഫീസുകളുടെയും വർക്ക്ഷോപ്പുകളുടെയും ഏകീകരണം കഴിഞ്ഞയാഴ്ച പിൻവലിച്ചിരുന്നു. അടുത്ത ബാച്ച് ഡീസൽ ബസ്സുകൾ കെഎസ്ആർടിസിക്ക് നൽകാനാണ് ധാരണ. സ്വിഫ്റ്റിന്റെ ഉടൻ കെഎസ്ആർടിസിയിൽ ലയിപ്പിക്കണമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആവശ്യം. മന്ത്രി ഗണേഷ് കുമാർ ഇതിനോട് യോജിച്ചിരുന്നു. 1300 താൽക്കാലിക ജീവനക്കാരാണ് സ്വിഫ്റ്റിലുള്ളത്. പുതിയ ബസ്സുകളും ദീർഘദൂര ട്രിപ്പുകളും കൈമാറിയതാണ് കെഎസ്ആർടിസിയിലെ തൊഴിലാളി സംഘടനകൾക്ക് സ്വിഫ്റ്റിനോടുള്ള എതിർപ്പ് പ്രധാന കാരണം. ഇത് മനസ്സിലാക്കി കൂടിയാണ് ഗണേഷിന്റെ ഇടപെടലുകൾ. ചിലവ് ചുരുക്കത്തിന് കെഎസ്ആർടിസിയിൽ പലതും നടപ്പാക്കാനുണ്ട്. ഇതിനൊപ്പം സ്വിഫ്റ്റിലെ ലാഭം കൂടി കെഎസ്ആർടിസിയിൽ എത്തിക്കാനാണ് നീക്കം. രണ്ടു മാനേജ്മെന്റിന്റെ ആവശ്യമില്ലെന്നു തന്നെയാണ് മന്ത്രിയുടെ നിലപാട്. ചെലവ് കുറയ്ക്കലിന്റെ ഭാഗമായി കെഎസ്ആർടിസി ബസ്സുകൾക്ക് ഡീസൽ അളന്നു നൽകാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഓരോ ഷെഡ്യൂളിംഗും പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന ഡീസലിന്റെ അളവ് രേഖപ്പെടുത്താനും ഇന്ധന വിനിയോഗം കൃത്യമായി വിലയിരുത്താനുമാണ് നീക്കം. വിവിധ തലങ്ങളിൽ ഇന്ധന ഉപയോഗത്തിന്റെ കണക്ക് ഉദ്യോഗസ്ഥർ അവലോകനം ചെയ്യും. ബസ്സുകൾ ഓരോ ട്രിപ്പിലും ഓടുന്ന കിലോമീറ്റർ ഡ്രൈവർമാർ രേഖപ്പെടുത്തണം. ഗ്യാരേജിന്റെ ചുമതലയുള്ള ആൾ ദിവസവും ഓരോ ഷെഡ്യൂളിംഗും ഉപയോഗിക്കേണ്ട ഡീസലിന്റെ അളവ് കണക്കാക്കണം. ഏതെങ്കിലും ഒരു ബസ്സിൽ കൂടുതൽ ഡീസൽ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉടൻ തന്നെ പരിഹാര നടപടികൾ എടുക്കണം. ഓരോ ബസിന്റെയും ഓരോ ഡിപ്പോയുടെയും ഡീസൽ ചെലവ് കൃത്യതയോടെ നിരീക്ഷിക്കുകയും ചിലവ് കുറയ്ക്കാനുള്ള ഡിപ്പോകൾക്ക് നില മെച്ചപ്പെടുത്താൻ നിശ്ചിത സമയം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. നടപടികളിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് നീക്കം. ഇന്ധനക്ഷമതയെ ബാധിക്കുന്ന തരത്തിൽ ബസ്സുകൾക്കുള്ള തകരാറുകൾ കണ്ടെത്തിയാൽ പെട്ടെന്ന് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇത്തരം ഇടപെടലുകൾക്കൊപ്പമാണ് കെഎസ്ആർടിസിയുടെ പ്രവർത്തനത്തിൽ അടിമുടി മാറ്റത്തിനുള്ള ശ്രമം.